ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം 5000-ഓളം വയോധികരാണ് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ജീവനൊടുക്കിയതെന്നുള്ളതാണ്. വിവിധ കാരണങ്ങളുണ്ടാകാം, പക്ഷേ ആ കണക്കുകൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്, ചിന്തിപ്പിക്കുന്നതാണ്. തീർച്ചയായും ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന കണക്കുകൾ തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ അഭിമാനിക്കുന്നത് നമ്മുടെ ആയുർദൈർഘ്യവും ഒപ്പം തന്നെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ വലിയ രീതിയിൽ മെച്ചപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു ഏറ്റവും വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഈ കണക്കുകൾ. നമുക്ക് 1.5 വർഷത്തിനിടെ 5000-ഓളം വയോജനങ്ങൾ ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്തവരുടെയൊക്കെ പ്രായം നോക്കുകയാണെങ്കിൽ 70-75 വയസ്സിന് ശേഷം ആത്മഹത്യ ചെയ്തവരാണ്. ഇവരാണ് ഏറെ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നത്. മാത്രമല്ല ഇവരുടെ ഈ നമ്മളിപ്പോൾ പറയുന്നത് ഈ 1.5 വർഷത്തിനിടെ 5000-ഓളം പേർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ പ്രതിദിനം 9 വയോജനങ്ങൾ പ്രതിദിനം നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ശരാശരി കണക്കുകൾ വെച്ച് മനസ്സിലാക്കുന്നത്. ഇത് എത്രത്തോളം ഞെട്ടിക്കുന്ന കണക്കുകളാണ്. നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സാംസ്കാരിക സമ്പന്നത അല്ലെങ്കിൽ എന്ത് മൂല്യബോധമുള്ളൊരു തലമുറയാണ് നമ്മൾ വാർത്തെടുക്കുന്നത് എന്നത് ഓരോരുത്തരും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതിനകത്ത് ഈ വയോജനങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു മാനസിക സംഘർഷത്തിലേക്ക് മാറുന്നു എന്നുള്ള പഠനമൊക്കെ കണക്കുമ്പോൾ, അതായത് നമ്മുടെ നാട്ടിൽ നടത്തിയ പഠനത്തിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വന്തം, അതായത് മക്കളും ചെറുമക്കളും ഒക്കെ ഇട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം, അത് തന്നെയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെയൊക്കെ മാറി വരുന്ന ലോകക്രമം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ എണ്ണം കുറയുന്നു, ഇവരൊക്കെ മറ്റു നാടുകളിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എങ്ങനെ ഒരു മാനസികമായ ഇവരുടെ സംഘർഷങ്ങൾ കുറച്ചൊരു മാനസിക സന്തുഷ്ടരായ ഉല്ലാസത്തോടെ ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെ ഒരു സംവിധാനം ഒരുക്കുമെന്നൊരു ചോദ്യം. അവിടെയാണ് ഈ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടേണ്ടത്. ഇതിൽ വയോജന കമ്മീഷൻ തന്നെ സർക്കാർ ഇപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ പല നിർദ്ദേശങ്ങൾ പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പകൽ വീടുകൾ സജീവമാക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ ഒരു കൂട്ടായ്മ എല്ലാ തവണയും ഉണ്ടാക്കണം. അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി ദിനങ്ങൾ, കോളേജുകളും സ്കൂളുകളും അവധി ദിനങ്ങൾ, എല്ലാ ആഴ്ചയും അവധി ദിനങ്ങളിൽ ഇവർക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരം ഉണ്ടാക്കുക, അത് നിർബന്ധമാക്കണം എന്നുള്ളൊരു നിർദ്ദേശം വയോജന വകുപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ബോണ്ടിങ്, അതായത് പുതിയ തലമുറ വയോജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിന് ഒരു വഴി എന്ന് പറയുന്നത് ഈ NSS എല്ലാ സ്കൂളുകളിലും നാഷണൽ സർവീസ് സ്കീമുണ്ട്. അപ്പോൾ ഈ NSSന്റെ ഭാഗമായി കുട്ടികൾ എല്ലായിടങ്ങളിലും വയോജനങ്ങളെ നേരിട്ട് പോയി അവരവരുടെ സ്കൂളിന് ചുറ്റുമുള്ള വയോജനങ്ങൾ നേരിട്ട് പോയി സന്ദർശിക്കുക, അവരുമായി അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, കാണുക, അവരുമായി സംസാരിക്കുക, ഇടപെടുക. അങ്ങനെ വലിയൊരു ബോണ്ടിങ് ഇതിലൂടെ നിലനിർത്താൻ കഴിയും. അങ്ങനെ ഒരു ബോധവൽക്കരണം തന്നെയാണ് പ്രധാനമായും സമൂഹത്തിൽ നിന്ന് വേണ്ടത് എന്നൊരു നിർദ്ദേശമാണ് വയോജന കമ്മീഷൻ പറയുന്നത്. നമുക്ക് ഈ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരെ ചേർത്ത് നിർത്തേണ്ടത് മക്കളുടെ അല്ലെങ്കിൽ ഉറ്റവരുടെയൊക്കെ തന്നെ കടമ തന്നെയാണെങ്കിൽ പോലും അത് എത്രത്തോളം നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നു എന്നൊരു ചോദ്യം തന്നെയാണ്. അത് ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി വയോജനങ്ങളുടെ ഈ പ്രശ്നം, അതായത് ഈ മാനസികമായ സംഘർഷത്തിലൂടെ 5000 പേർ ആത്മഹത്യ ചെയ്യുന്നു, ഇത് FIRയുടെ കണക്കുകൾ മാത്രമാണെന്നത് അപ്പോഴും എടുത്തു പറയേണ്ടതാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യാത്ത എത്രയോ കേസുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ മേഖലയിൽ പഠനം നടത്തിയവർ പോലും പറയുന്നത്. അപ്പോൾ അത്രയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ വയോജനങ്ങളുടെ, അതും 70-75 വയസ്സിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ പെരുകുന്നു എന്നത്. അൻഫ്ലിറ്റ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5000-ഓളം എന്ന കണക്കുകൾ FIR ഇട്ട കേസുകൾ മാത്രമാണ്. FIRന് പുറത്തുള്ള കേസുകൾ എത്ര വരും എന്നുള്ളതും ചിന്തനീയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അൻഫ്ലിറ്റ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, 8000-ഓളം കേസുകൾ വയോധികർക്കെതിരെ അവർ ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 8000-ഓളം കേസുകൾ പ്രതിവർഷം രേഖപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നവരിൽ 70% വയോധികരാണ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ വയോധികരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ ഒരു വയോജന വകുപ്പ് കൊണ്ടുവരുമ്പോൾ സങ്കീർണമായ ഇത്തരം പല വിഷയങ്ങളും അവർക്ക് മുന്നിലുണ്ട്. എങ്ങനെയായിരിക്കും അവരിത് പരിഹരിക്കുക എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. തീർച്ചയായും കാരണം ഇവർക്ക് നേരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ 10 ഹെഡ്ലൈൻ, നമ്മുടെ ടോപ്പ് 10-ലെ ഒരു ഹെഡ്ലൈൻ തന്നെ നമുക്ക് നോക്കാം. ഒരു വയോധികനെ ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയും സംഘവും ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി. മറ്റൊരു അമ്മ മകനെ ആക്രമിച്ചു ഇടുക്കിയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഇവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അത് ഈ ഗാർഹിക പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ, അത് മരണത്തിൽ വരെ കലാശിക്കുന്നു. ഇത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ എന്ന് പറയുന്നത് ഈ വർഷം വരെ, അതായത് കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ കണക്കുകളാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതേ രീതിയിലാണ് തുടരുന്നെങ്കിൽ വലിയ രീതിയിലുള്ളൊരു
വർധനവ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ മേഖലയിൽ പഠനം നടത്തിയവരും സർവേ നടത്തിയവരും ഒക്കെ ഓർമ്മിപ്പിക്കുന്നത്, മുന്നറിയിപ്പ്. അത് സർക്കാർ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടും അത് തന്നെയാണ്. ഈ കുറ്റകൃത്യങ്ങൾ കൃത്യമായി തടയുക എന്നത് കൃത്യമായ ഒരു കണക്കും സർവേയും ആദ്യം വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് അവർ പഠിക്കുക എന്നതാണ്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം ഈ സൈബർ കുറ്റകൃത്യങ്ങൾ, അതായത് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നേരിടുന്നവർ, അതിന് ഇരയാകുന്നവർ 70-76% വയോജനങ്ങൾ. അത് നമുക്കറിയാം ഈ സൈബർ ഡിജിറ്റൽ യുഗമൊക്കെ വന്നത് ഒരു 10-5 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയാം. അപ്പോൾ ഇതേ രീതിയിലാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെയോ 4 വർഷത്തെയോ കണക്കിലെടുക്കുമ്പോഴാണ് ഈ കണക്കെങ്കിൽ ഇതേ രീതിയിലാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിലൊക്കെ അതിഭീകരമായ രീതിയിൽ വയോജനങ്ങൾ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇരയാകപ്പെടുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ വയോജന കമ്മീഷൻ അടക്കമുള്ള ഈ മേഖലയെ പഠനം നടത്തിയ സർക്കാർ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതുപോലെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് മരുന്നുകൾ, അത്യാവശ്യം വേണ്ട മരുന്നുകൾ സൗജന്യമായി ഇവർക്ക് മെഡിക്കൽ സംവിധാനം കൊടുത്തത് കൊണ്ടോ നമ്മുടെ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നതുപോലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത് ഈ വഴിയാത്രക്കാരായി അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നവരുടെ കണക്കിൽ അതിൽ ഭൂരിഭാഗവും ഈ വയോജനങ്ങളാണ്. അതും 80-70 വയസ്സ് 65 വയസ്സിന് ശേഷമുള്ളവരാണ്. അത് ഇപ്പോൾ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവി നമ്മളോട് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സാംസ്കാരിക ബോധമാണ് ഇതൊക്കെ. ഇത് കൃത്യമായൊരു ബോധവൽക്കരണം ഇവിടെ വേണം. അതോടൊപ്പം തന്നെയും സർക്കാർ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഗൗരവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തേ മതിയാകൂ. കെ. തീർച്ചയായും അൺഫ്ലിറ്റ് നമ്മുടെ ഈ അന്വേഷണം, ഈ ക്യാമ്പയിൻ തുടരുക തന്നെ ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെ വയോജന വകുപ്പ് നിലവിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വളരെ പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അമൃത ന്യൂസ് ടോപ്പ് 10 അന്വേഷിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കണ്ടെത്തലുകൾ, ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ അതുകൂടി ചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഈ ക്യാമ്പയിനൊടുവിൽ ഇത് സമർപ്പിക്കുകയും ചെയ്യും.